എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അസൈൻമെൻറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിൽ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈ അസൈൻമെൻറ്റിൻ്റെ PDF എല്ലായിടത്തും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പരമാവധി എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ സ്വന്തം ശ്രദ്ധിച്ച് നോക്കുക. 57-60 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടില്ലേ? കുറേ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എൻ്റെ സഹായം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ പരമാവധി അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ക്ലാസ് കണ്ട് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. സ്വന്തമായിട്ട് ചെയ്തിട്ടൊരു ഇതുണ്ടാക്കി വരട്ടെ. ഓക്കെ, ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവട്ടെ. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറേ ചെയ്ത് നോക്കുക. ചെയ്ത് എന്തേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് എല്ലാം റെഡി ആവുള്ളൂ. അപ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. സാറൊരു ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം എന്തായിക്കോണമെന്നില്ല, സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠം മനസ്സിലായിക്കോണമെന്നില്ല. സോ ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും കാണുക, വീണ്ടും എഴുതി പഠിക്കുക. ഇതന്നെ മാർഗമുള്ളൂ. ഒന്ന് പഠിച്ച് ഏകദേശം ഒരു റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ, ഏകദേശം ബേസിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. എഴുതി തന്നെ പഠിക്കുക. മെയിനായിട്ട് മാത്സിൻ്റെ കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ. എഴുതി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? 10ാമത്തെ ക്വസ്റ്റ്യൻ ചതുർഭുജം ABCDയിൽ 3 ആംഗിൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ABCDൻ്റെ 3 ആംഗിളുകൾ തന്നിട്ടുണ്ട്, 3 കോണുകൾ തന്നിട്ടുണ്ട്. ഈ കോണുകൾ തന്നിട്ട് അവർ പറയുന്നത് പറഞ്ഞാൽ AC വ്യാസമായിട്ട് അല്ലെങ്കിൽ AC ഡയമീറ്റർ ആയിട്ട് ഇങ്ങനെ നമ്മളൊരു ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഈ വര അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഡയഗണൽ എന്തായിട്ട് എടുക്കുക, ഡയമീറ്റർ ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ വികരണം എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു വൃത്തം വരച്ച് കഴിഞ്ഞാൽ ഈ ബിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെയായിരിക്കുന്നത് ചോദിച്ചു. പൊസിഷൻ എവിടെയായിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് വൃത്തത്തിലാണോ, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് വൃത്തത്തിലാണോ, വൃത്തത്തിൻ്റെ പുറത്താണോ, വൃത്തത്തിൻ്റെ ഉള്ളിലായിട്ടാണോ വരിക എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വൃത്തം ഇങ്ങോട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ഡി ചിലപ്പോൾ വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും, ഈ ബി എന്ന് പറയുന്ന എത്രയായിരിക്കും, വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും. ചിലപ്പോൾ വൃത്തത്തിൽ കൂടെ കറക്റ്റ് വൃത്തം ആ 2 പോയിന്റിലൂടെയും കടന്നു പോകും. അപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മളപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ആംഗിളിനെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ആംഗിൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററാണ്. ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രികോണമാണെങ്കിൽ എത്രയാണ്? 180 ആണ്. ഇതാണെങ്കിൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. സോ 360 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ ആംഗിൾ ഡി ഈക്വൽ ടു അല്ലേ, ആംഗിൾ ഡി അല്ലെങ്കിൽ കോൺ ഡി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺ ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ടോട്ടൽ 360 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 3 കോണുകൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. കൂട്ടിയിട്ട് മൈനസ് ചെയ്യുക. 100 പ്ലസ് 110 പ്ലസ് 60 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 360 മൈനസ് 270 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആയിട്ട് വരും. അപ്പോൾ ഇത് 90 ഡിഗ്രി കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാക്കി ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ച് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? AC വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ AC വ്യാസമായിട്ട് നമ്മളൊരു സർക്കിള് വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AC എന്തായിട്ടാ? ഡയമീറ്റർ ആയിട്ടൊരു സർക്കിള് നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? പൊസിഷൻ ഓഫ് ബി അല്ലെങ്കിൽ ബിയുടെ സ്ഥാനം എന്ന് പറയുന്നത്, ബിയുടെ സ്ഥാനം അല്ലെങ്കിൽ ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 110 ഡിഗ്രി ആയതുകൊണ്ട് എവിടെയാ? വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഇൻസൈഡ് ദ സർക്കിളാണ് അല്ലേ. വൃത്തത്തിനകത്തല്ലെങ്കിൽ ഇൻസൈഡ് ദ സർക്കിളാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിയുടെ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. പൊസിഷൻ ഓഫ് ഡി അല്ലെങ്കിൽ ഡിയുടെ സ്ഥാനം ഈക്വൽ ടു എന്താണ്? നോക്കിയേ, ഡി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓൺ ദ സർക്കിളായിരിക്കും. വൃത്തത്തിലല്ലെങ്കിൽ ഓൺ ദ സർക്കിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് A ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. A ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്?
ബിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. ബിയുടെയും ഡിയുടെയും പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ബിയുടെ എവിടെയാ? വൃത്തത്തിനകത്താണ്. എന്തുകൊണ്ടാണ്? 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ടാണ് ആംഗിൾ. ഇനി ഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രി ആയതുകൊണ്ട് വൃത്തത്തിലാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ 4 വേർട്ടിസസിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. Can a circle be drawn through the 4 vertices of this quadrilateral? Justify എന്ന് വെച്ചിരിക്കും. ഈ ചതുർഭുജത്തിൻ്റെ 4 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലേ? എങ്ങനെയാണ് നമ്മളത് പറയുക? വൃത്തം 4 പോയിന്റിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ആ ചതുർഭുജം എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും അല്ലേ? സൈക്ലിക് അല്ലെങ്കിൽ ചക്രീയമായിരിക്കും. ചക്രീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 പോയിന്റും ചതുർഭുജത്തിൻ്റെ 4 പോയിന്റും എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 90, ഒന്ന് 100, ഒന്ന് 100 ആണ്, ഒന്ന് എത്രയാണ്? 60 ആണ്. ഇനിയിപ്പോൾ ആയിക്കോട്ടെ, ആംഗിൾ അങ്ങനെ ആയിക്കോട്ടെ, വിഷയമല്ല. നമുക്ക് സർക്കിള് 4 പോയിന്റിലൂടെയും സർക്കിൾ കടന്നു പോവുകയാണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. സൈക്ലിക് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്ലിമെൻ്ററി അല്ലെങ്കിൽ അനുപൂരകങ്ങളായിരിക്കും. എതിർക്കോണുകൾ എന്തായിരിക്കും? അനുപൂരകങ്ങളായിരിക്കും. സോ എതിർക്കോണുകൾ അനുപൂരകമല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ നോക്കിയേ, 110ഉം 90ഉം 200 ആണ്, 100ഉം 60ഉം 160 ആണ്. ഒന്നല്ല, രണ്ടും 180 കിട്ടുന്നില്ല. അല്ലെങ്കിൽ എതിർക്കോണുകൾ കൂട്ടിയപ്പോൾ സപ്ലിമെൻ്ററി ആവുന്നില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയപ്പെടുന്ന 4 പോയിന്റിലൂടെ എന്ത് ചെയ്യില്ല? വൃത്തം കടന്നു പോകാൻ സാധ്യത കുറവാണ്. കാരണം എന്തുകൊണ്ടല്ല? വൃത്തം കടന്നു പോവുകയാണെങ്കിൽ ആ ചതുർഭുജം എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമായിരിക്കും. ഇവിടെ ചക്രീയ ചതുർഭുജമാണോ? അല്ല. ചക്രീയ ചതുർഭുജമാണെങ്കിൽ എതിർക്കോണുകൾ എന്തായിരിക്കും? അനുപൂരകങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും. എന്താണ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഈ പറയപ്പെടുന്ന അവിടെ എന്തല്ല? 180 അല്ല, 180 കൂടുതലാണ് ഒരു സൈഡ് എന്താ? 180 കുറവുമാണ്. സോ 4 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം എന്ത് ചെയ്യാൻ പറ്റില്ല? വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് ശേഷം ബി ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുക? അത് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് എന്താ പറയുന്നത്? സ്ക്രീനിൽ വായിച്ചു നോക്കിയതിന് ശേഷം ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടെങ്കിൽ വരച്ചു വയ്ക്കിയ ശേഷം എക്സ്പ്ലനേഷൻ കാണാം. ഓക്കെ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നോ? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അതായത് ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെ? പുറത്തുള്ള ഒരു പോയിൻ്റുമായിട്ട് എന്ത് ചെയ്തു? മീറ്റ് ചെയ്യിപ്പിച്ചു. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് ഡയമീറ്റർ അതിൻ്റെ 2 എൻ പോയിൻറ്റ്സ് അറ്റങ്ങൾ എന്ത് ചെയ്തു? പുറത്തുള്ള ഒരു പോയിൻറ്റുമായിട്ട് കൂട്ടിമുട്ടിച്ചിട്ട് ഉണ്ടാക്കി ഒരു കോൺ ഉണ്ടാക്കി. ഈ കോണ് 90 ഡിഗ്രിയിൽ കുറവായിരിക്കുമോ അല്ലെങ്കിൽ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഈ ഒരു ചിത്രം വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബി, ഞാനിതാ ഇവിടെ ഒരു ഇത് വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? സി. ഇത് ഡി. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും എന്തായിരിക്കും? മട്ടകോൺ അല്ലെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആംഗിളാണ്, മട്ടത്രികോണമാണ്. അപ്പോൾ അത് നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചത് ഈ വ്യാസത്തിൻ്റെ എൻ പോയിൻറ്റ്സിനെ നമ്മൾ പുറത്തേക്ക്, സർക്കിളിൻ്റെ പുറത്തേക്ക് നീട്ടി വരച്ചു. എന്നിട്ട് അവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യിപ്പിച്ചു. ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ വിശദീകരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നമ്മൾ പറയാം? ഇവിടെ ഞാൻ പറയാം ആംഗിൾ എ സി ഡി ഈക്വൽ ടു എത്ര? എ സി ബി ഈക്വൽ ടു എത്രയെന്ന് പറയാം? 90 ഡിഗ്രിയാന്ന് പറയാം. എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിളാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിളാണ്. അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലേക്കോൺ മട്ടകോണാണ്. അർദ്ധവൃത്തത്തിലേക്കോൺ മട്ടകോണാണെന്ന് എഴുതി വയ്ക്കും. ഞാനൊരു എക്സാമ്പിൾ എടുക്കുക. ഇവിടെ 30 ഡിഗ്രിയാണെന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിളാണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അവിടെ 30 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 60 ഡിഗ്രിയാണ് വരിക അല്ലേ? 60 ഡിഗ്രിയാണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ എന്തായി? അടുത്തത് ഈ വര മായ്ച്ചു. ഈ വര മായ്ച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഈ ത്രികോണം വരച്ചു.
ADC എന്ന് പറയുന്ന ത്രികോണം വരച്ചു. ത്രികോണം വരയ്ക്കുമ്പോൾ 30 ഡിഗ്രിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ഇവിടെയോ 60-നേക്കാൾ കുറച്ച് കൂടി, 60-നേക്കാൾ കുറച്ച് കൂടുതലായി. 60-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 30 ഡിഗ്രിക്ക് ഒരു മാറ്റവും വരുന്നില്ല. 60-നേക്കാൾ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 70 ആണെന്ന് വിചാരിച്ചു. എന്തായാലും കൂടിയില്ലേ. പണ്ടത്തെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയായിരുന്നു, ഇവിടം വരെ കോണുണ്ടായിരുന്നുള്ളൂ അല്ലേ, ഇവിടം വരെ കോണുണ്ടായിരുന്നുള്ളൂ, ഇതാ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആംഗിൾ എന്ന് പറയുന്നത് ഇത്രയായി, അപ്പോൾ കുറച്ച് കൂടി 70 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ആയിരുന്നു നേരത്തെ, ഇവിടെ 90 ആയിരുന്നു, ഇവിടെ എത്രയായിരുന്നു 60 ആയിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കുന്ന സമയത്ത് എത്രയായിരുന്നു, ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 60, ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ 60 ആണ്, ഇവിടെ എത്രയായിരുന്നു 90 ആയിരുന്നു അല്ലേ. ഇനി ഇവിടെ ഞാൻ ഈ വര മായ്ച്ചു, ഈ വര മായ്ച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഇതാ ഇതിനെ പുറത്തേക്ക്, വൃത്തത്തിൻ്റെ പുറത്തേക്ക് നീട്ടി വരച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ഇല്ല, അത് മാറി. ഇവിടെയുള്ള ആംഗിൾ ഈ 60 മാറിയിട്ട് എങ്ങോട്ട് വന്നു, ഇതാ ഇത്രയും വലിയൊരു ആംഗിളായി മാറി. അപ്പോൾ ഈ 60 എന്നുള്ളത് ഞാൻ പറയട്ടെ ഏകദേശം ഒരു 70 ആയി എന്ന് വിചാരിച്ചു. ജസ്റ്റ് വെറുതെ 70 ആയി കഴിഞ്ഞാൽ ഇവിടെ എത്രയേ ഉണ്ടാവുള്ളൂ, ഇവിടെ 30, 70, 100 ഇവിടെ എത്രയേ വരാൻ പാടുള്ളൂ, 80 വരാൻ പാടുള്ളൂ. കാരണം എന്താ, മൊത്തം 180 വരാൻ പാടുള്ളൂ. അപ്പോൾ നോക്കിയേ, വൃത്തത്തിൻ്റെ പുറത്തുള്ള പോയിന്റിലേക്ക് നമ്മൾ നീട്ടി വരച്ചു. ആരെ, ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിനെ അല്ലെങ്കിൽ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളെ നീട്ടി വരച്ചു. അപ്പോൾ ഉണ്ടായൊരു കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ കൂടുതലാണോ കുറവാണോ എന്ന് നമ്മളോട് ചോദിച്ചത്. ഇവിടെ എന്തായാലും ആംഗിൾ കൂടി അല്ലേ, ഇവിടെ എന്തായാലും കൂടുന്നുണ്ട്, ഇതിന് യാതൊരു മാറ്റവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 90 എന്നുള്ളത് കുറഞ്ഞിട്ടല്ലേ 80 ആവുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് 90 ആയിരുന്നു, ഇവിടത്തേക്ക് വരുമ്പോൾ എത്രയായി, 80 ആയില്ലേ. അപ്പോൾ എപ്പോഴും എന്താണ്, വൃത്തത്തിൻ്റെ പുറത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രിയിൽ കുറവായിരിക്കും, 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പോൾ ആ കാര്യം എഴുതി വെച്ചൂടെ. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും, വൃത്തത്തിൻ്റെ വെളിയിലായിരിക്കും എന്നുള്ള കാര്യം എഴുതി വെക്കും. 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, in a triangle ABC and PQR, BC is equal to QR ആണ്, ആംഗിൾ A equal to ആംഗിൾ P ആണ്, കോൺ Q equal to 90 ഡിഗ്രി ആണ്, QR is equal to 5, PQ equal to 12 സെൻറ്റിമീറ്റർ. ത്രികോണം ABCയും തന്നിട്ടുണ്ട്, PQRും തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു BC എന്ന് പറയുന്നത് QR ആണ്, QRന് ഈക്വൽ ആണ്. അതേപോലെ കോൺ A എന്ന് പറയുന്നത് കോൺ Pക്ക് ഈക്വൽ ആണ്. പിന്നെയോ Q എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ള എന്താ, QR is equal to 5 സെൻറ്റിമീറ്ററും PQ equal to 12 സെൻറ്റിമീറ്ററും, രണ്ട് ചിത്രവും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം ഇതാ ഇങ്ങനെയുണ്ട്, രണ്ടാമത്തെ ചിത്രം ഇതാ അവിടെ. ഓക്കെ, ഇവിടെ ABC എന്ന് പറയുന്ന ട്രയാങ്കിളാണ്, ABC എന്ന് പറയുന്ന ത്രികോണവും, ഇവിടെ ഏതാ PQR എന്ന് പറയുന്ന ത്രികോണവുമാണ്. PQRന് എന്തൊക്കെയോ തന്നിട്ടുണ്ട്, കോൺ Q എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, PQ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, PQ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. QR എന്ന് പറയുന്നത് എത്രയാ, 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ആംഗിൾ A ഈക്വൽ ടു P ആണ്, കോൺ A എന്ന് പറയുന്നത് കോൺ P എന്ന് പറയുന്നത് എന്താണ്, തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കം സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിവൃത്തം പറയാം. ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ഒക്കെ പുറത്തൂടെ വൃത്തം വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ. നമ്മളത് 7ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കുന്നത്, തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, എന്താണ് പരിവൃത്തം അല്ലെങ്കിൽ അന്തർവൃത്തം, എന്താണ് സർക്കം സർക്കിൾ അല്ലെങ്കിൽ ഇൻ സർക്കിൾ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഇപ്പോൾ ഇവിടെ നോക്ക്, ഈ ട്രയാങ്കിളിൻ്റെ അളവുകളാണ് ചോദിച്ചത്. ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ റേഡിയസ് ആണ്. സർക്കം സർക്കിൾ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ത്രികോണം ABC എന്ന് പറയുന്ന ഒരു ത്രികോണം ഇതാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും വട്ടത്തിന് നമ്മളൊരു വൃത്തം വരച്ച് കഴിഞ്ഞാൽ അല്ലേ, ഈ ത്രികോണത്തിൻ്റെ ഉള്ളിൽ വരുന്ന രീതിക്ക് 3 പോയിൻറ്റും എവിടെ വൃത്തത്തിൽ വരുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ച് കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ആരം ഉണ്ടാവില്ല, റേഡിയസ് ഉണ്ടാവില്ലേ, ആ റേഡിയസിനെയാണ് നമ്മൾ സർക്കം സർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത്, സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. സോ അത് എത്രയാണെന്നുള്ള ചോദിച്ചിരിക്കുന്നത്. അതിന് ഹെൽപ്പ് ആരുണ്ട്, ഈ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺ P എന്ന് പറയുന്നത് കോൺ A എന്ന് പറയുന്നത് എന്താണ്, തുല്യമാണ്. വേറെ കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ BC is equal to QR ആണ്. BC ഈക്വൽ ടു എന്താണ്, QR എന്ന് പറഞ്ഞിട്ടുണ്ട്. BC എന്ന് പറയുന്നത് QR ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് BC എന്ന് പറയുന്ന നീളം, ഈ നീളവും എന്താണ്, തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതൊരു മട്ടത്രികോണം ആയതുകൊണ്ട് രണ്ട് സൈഡുകൾ അറിയാം. അപ്പോൾ ഈ മൂന്നാമത്തെ സൈഡ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കും. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് എന്താ, കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ആർ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, പി ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആർ ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ എന്ന് എഴുതാം. 25 പ്ലസ് 144 സമയം എന്തെന്ന് എഴുതാം, പി ആർ സ്ക്വയർ എന്ന് എഴുതാം. 169 സമയം എന്തെന്ന് എഴുതാം, പി ആർ സ്ക്വയർ എന്ന് എഴുതാം. സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടാവും. റൂട്ട് 169 ഈക്വൽ ടു എന്തെന്ന് എഴുതാം, പി ആർ എന്ന് എഴുതാം. 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, പി ആർ ആണ്. അപ്പോൾ പി ആർ എന്ന് പറയുന്നത് എന്താണ്, 13 സെൻറ്റിമീറ്റർ ആണ്. പി ആർ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പി ആർ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ പി ക്യു അല്ലെങ്കിൽ പി ആർ വ്യാസമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പി ആർ ഡയമീറ്റർ ആയിട്ട് ഓക്കെ, ഡ്രോ എ സർക്കിൾ വിത്ത് പി ആർ ആസ് ഡയമീറ്റർ. പി ആർ എന്തായിട്ട് എടുക്കുക, വ്യാസമായിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ വൃത്തം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വൃത്തം വരച്ചു. പി ആർ എന്ന് പറയുന്നത് എന്താണ്, വ്യാസമാണ്. എന്തുകൊണ്ടാണ് അത് വ്യാസമായത് അല്ലെങ്കിൽ ഡയമീറ്റർ ആവാൻ കാരണം, നോക്കി ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വ്യാസമായിരിക്കും. സോ ഇത് ആറ്, ഇത് ക്യൂ ആണ്, ഇതെന്താണ്, പി ആണ്. സോ പി ആർ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ, ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കം റേഡിയസ് അല്ലെങ്കിൽ പരിവൃത്ത ആരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ട്രയാങ്കിൾ എ ബി സിയുടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യട്ടെ, എ ബി എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്, ക്യു ആറിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ബിയും ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സിയും എടുത്തു. അതേപോലെ അടുത്തൊരു ആംഗിൾ കോൺ പി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഞാൻ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. കോൺ പി എന്ന് പറയുന്നതും കോൺ എ എന്ന് പറയുന്നതും തുല്യമാണ്. ഇതിപ്പോൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും തന്നെയാണ്, എക്സ് ഡിഗ്രിയാണ്. ഇവിടെ ഓൾറെഡി നോക്കിയേ, പി ആർ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി 90 ഡിഗ്രിക്ക് ഉള്ള ഒരു മട്ടത്രികോണമാണ്. അപ്പോൾ പി ആർ എന്ന് പറയുന്നത് എന്താണ്, വ്യാസമാണ്. അതിനുശേഷം നമ്മൾ എ ബി സി എന്ന് പറയുന്ന ത്രികോണം വരച്ചു. ത്രികോണത്തിൽ എന്താണ്, ക്യു ആർ എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നത് ഒരേ നീളമായതുകൊണ്ട് ത്രികോണത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് ഏത് കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയാം, ബി സി എന്ന് പറയുന്ന ചാപം അല്ലെങ്കിൽ ക്യു ആർ എന്ന് പറയുന്ന ചാപം, അതിൻ്റെ മറുചാപത്തിലെ കോണുകൾ രണ്ടും തുല്യം അല്ലേ. അപ്പോൾ ഈ ത്രികോണവും സെയിം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഈ ത്രികോണത്തിൻ്റെ അതായത് പി ക്യു ആർ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ എന്താ വ്യാസം തന്നെയല്ലേ, വരയ്ക്കാൻ ആവശ്യമായ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ തന്നെയല്ലേ ഈ ത്രികോണത്തിന് പരിവൃത്തം വരയ്ക്കാൻ വരുന്നത്, അല്ലെങ്കിൽ എന്താ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി വരുന്നത് അല്ലേ. ഈ രണ്ട് വൃത്തത്തിന് ഒരേ റേഡിയസ് അല്ലേ വരിക, കാരണം രണ്ടും ഒരേ വലിപ്പം, രണ്ടും ഒരേ പോയിന്റ്, 3 പോയിന്റിലൂടെ ഒരേ പോയിന്റിലൂടെ പിയിലൂടെയും ക്യൂയിലൂടെയും ബിയിലൂടെയും എയിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും തന്നെ ഈ ഒരു വൃത്തത്തിൻ്റെ സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തമാണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, പി ആർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, എത്രയാണ്, 13 ആണെന്നറിയാം. അപ്പോൾ പി ആർ 13 ആണെങ്കിൽ ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 13/2 എന്ന് പറയുന്നത് 6.5 ആയിരിക്കും. അപ്പോൾ ഏതിൻ്റെ പി ക്യു ആർ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എന്ന് പറയുന്നത് 6.5 ആണെങ്കിൽ ത്രികോണം എ ബി സി എന്ന് പറയുന്നതിൻ്റെ പരിവൃത്ത ആരം എത്ര തന്നെയായിരിക്കും, 6.5 ആയിരിക്കില്ലേ. ദെർഫോർ പരിവൃത്ത ആരം എന്ന് പറയുന്നത് എത്രയാണ്, പരിവൃത്ത ആരം എന്ന് പറയുന്നത് 6.5 ആയിട്ട് വരും. ഓക്കെ, പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദുവായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണം എന്താണ്, മട്ട ത്രികോണമാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അല്ലെങ്കിൽ വ്യാസത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സ് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ട്രയാങ്കിൾ എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് നമ്മളെ പോയിന്റ് ഇല്ലേ, എന്താണ്, അർദ്ധവൃത്തത്തിലേക്കോൺ മട്ടകോണാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമ്മളത് നേരത്തെ എങ്ങനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിരുന്നത്, ചാപം മറുചാപം അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഒരു ആർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും എന്ത്, അതിൻ്റെ മറുചാപത്തിലെ കോണെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തത്. പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ പ്രൂവ് ചെയ്യാനാണ് ഇവർ പറയുന്നത്.
നമ്മൾ നേരത്തെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാസം വരച്ചു കഴിഞ്ഞു, വ്യാസം വരച്ചിട്ട് ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇത് വ്യാസം എ ബി അല്ലെങ്കിൽ ഡയമീറ്റർ എ ബി ആണെന്ന് വിചാരിച്ചു. ഈ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് ആർക്ക് എ ബി ആണ്, ഇത് അതിൻ്റെ അൾട്ടർനേറ്റ് ആർക്കാണ്. അപ്പോൾ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, ഒരു ആർക്ക് അതിൻ്റെ അൾട്ടർനേറ്റ് ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതെപ്പോഴും ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇതെപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവരങ്ങനെയല്ല പറയുന്നത്, നമ്മളോട് അത് പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ഒരു ചിത്രം വരയ്ക്കും. എ ബി അർദ്ധവൃത്തത്തിലേക്ക് മട്ടകോണ 90 ഡിഗ്രി എന്ന് വരച്ച് വയ്ക്കുക. ഓക്കെ, ശേഷം എന്ത് ചെയ്യുക? ഇതാ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ജസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് പേരുകൾ കൊടുക്കുക. എ ബി സി, സെൻറ്ററായിട്ട് ഓ എടുക്കുക, എ ബി സി എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഇവിടെ നോക്കിയാൽ 2 ത്രികോണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ത്രികോണം ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നതുകൊണ്ട് ട്രയാങ്കിൾ ബി ഒ സിയും ഉണ്ട്. ആണോ? ത്രികോണം എ ഒ സിയും ത്രികോണം എ ഒ സിയും ത്രികോണം ബി ഒ സിയും. ഈ 2 ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ്? സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളാണ്. നോക്കിയേ, ഒ സി എന്ന് പറയുന്നതും എ ഒ എന്ന് പറയുന്നതും ഈക്വലാണ്. അപ്പോൾ എ ഒ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എന്താണ്? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളാണ്. അതേപോലെ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ? ബി ഒ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ഒ സി എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും എന്താണ്? വൃത്തത്തിലെ ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയസ് ആണ് സർക്കിളിൻ്റെ. സോ ഇത് ഈക്വൽ ആയതുകൊണ്ട് ഇതും എന്തുതന്നെയാണ്? സമപാർശ്വ ത്രികോണമാണ്. സോ ട്രയാങ്കിൾ എ ഒ സി കോമ ബി ഒ സി ആർ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ എ ഒ സി കോമ ബി ഒ സി എന്നിവ സമപാർശ്വ ത്രികോണങ്ങളാണ്. അതിൻ്റെ റീസണായിട്ട് നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? ബ്രാക്കറ്റിൽ എ ഒ സമം ബി ഒ സമം സി ഒ, അല്ലെങ്കിൽ ഒ ബി സമം ഒ സി സമം ഒ എ എന്ന് എഴുതി വയ്ക്കാം അല്ലേ. എന്നിട്ട് വൃത്തത്തിലെ ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയൈ ഓഫ് ദി സർക്കിൾ എന്ന് എഴുതി വയ്ക്കുക. വൃത്തത്തിലെ ആരങ്ങൾ. ഓക്കെ, വൃത്തത്തിലെ ആരങ്ങളായതുകൊണ്ട് അതെന്താണ്? സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ആംഗിൾ ഒ എ സി ഈക്വൽ ടു എക്സ് ഡിഗ്രി ഇഫ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു എക്സ് ഡിഗ്രി, അല്ലെങ്കിൽ ആംഗിൾ എ ഒ സി സമം എക്സ് ഡിഗ്രി ആയാൽ, ആംഗിൾ എ ഒ സി ഒ എ സി എന്ന് പറഞ്ഞ് ഒ എ സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ, എക്സ് ഡിഗ്രി ഇതാണ് എക്സ് ഡിഗ്രി എടുത്തത്. എക്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ആംഗിളും കൂടി എക്സ് ഡിഗ്രി ഉണ്ടാവുമല്ലോ. ആംഗിൾ ഏതാണ്? ഒ സി എ എന്ന് പറയുന്നതും എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഏതാണ് ഒ സി എ എന്ന് പറയുന്ന ആംഗിൾ? ഒ സി എ, അതായത് ഈ ആംഗിൾ അല്ലേ. ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്സ് ആർ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ എന്താണ്? സപ്ലിമെൻ്ററി ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, അല്ലെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്താണ്? തുല്യമാണെന്ന് എഴുതി വയ്ക്കുക. സോ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഇവിടെ നോക്ക്. ഈ ആംഗിളിനെ ഞാൻ എന്തായിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. വൈ ഡിഗ്രി. കൺസിഡർ ട്രയാങ്കിൾ ഒ എ ഒ ബി സി, അല്ലെങ്കിൽ ബി ഒ സി. ബി ഒ സി എന്നല്ലേ മുകളിലെടുത്ത്? ബി ഒ സി, അല്ലെങ്കിൽ ത്രികോണം ബി ഒ സി പരിഗണിച്ചാൽ, ത്രികോണം ബി ഒ സി പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ആംഗിൾ ഒ ബി സി ഈക്വൽ ടു വൈ ഡിഗ്രി ഇഫ് ആംഗിൾ ഒ ബി സി ഈക്വൽ ടു വൈ ഡിഗ്രി, അല്ലെങ്കിൽ ഒ ബി സി കോൺ ഒ ബി സി സമം വൈ ഡിഗ്രി ആയാൽ വേറൊരു കോണും കൂടി ഉണ്ടാവുമല്ലോ. ഒ ബി സി എന്ന് പറയുന്ന വൈ ഡിഗ്രി ആണെങ്കിൽ ഒ സി ബി എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും? ആംഗിൾ ഒ സി ബി ഈക്വൽ ടു എന്തുതന്നെയായിരിക്കും? വൈ ഡിഗ്രി. അതിൻ്റെ റീസൺ എന്തുതന്നെയാണ്? ഈ പറയപ്പെടുന്നത് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ വശവും തുല്യമാണ്. ഈ വശത്തിനെതിരെ വൈ ഡിഗ്രി ആണെങ്കിൽ ഈ വശത്തിനെതിരെ എത്രയായിരിക്കും? വൈ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്. ത്രികോണം എക്സ് ഡിഗ്രി കിട്ടി, വൈ ഡിഗ്രി കിട്ടി, ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെ വൈ ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്തതായിട്ട് ത്രികോണം, വലിയ ത്രികോണം പരിഗണിക്കുക. ത്രികോണം എ ബി സി പരിഗണിക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, അല്ലെങ്കിൽ ത്രികോണം എ ബി സി പരിഗണിക്കുക. ത്രികോണം എ ബി സി പരിഗണിച്ചാൽ ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂട്ടിയാൽ എത്ര കിട്ടുക? 180 അല്ലേ. സോ ത്രികോണത്തിൻ്റെ 3 കോണുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് പ്ലസ്
ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് പ്ലസ് ആംഗിൾ സി ബി എ എന്ന് പറയുന്നത് ആണോ? ഈ ആംഗിൾ സി എ ബി, ഈ ആംഗിൾ ഏതാ? എ ബി സി, ഈ ആംഗിൾ ഏതാ? മൊത്തത്തിൽ കേട്ടോ ഏതാ? എ സി ബി. ഓക്കെ, അപ്പോൾ സി എ ബി എന്ന് പറയുന്ന ആംഗിളും എ സി ബി എന്ന് പറയുന്ന ആംഗിളും സി ബി എ അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ, മൂന്ന് ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ഏതാ? സി എ ബി ഇങ്ങോട്ടാണ് പോകുന്നത്. അത് എത്രയായിട്ട് എടുത്തിട്ട് നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ എക്സ് ഡിഗ്രി പ്ലസ് അടുത്ത ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് ഏതാ? എ സി ബി. എ സി ബി എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളാണ്. എത്രയാ? എക്സും വൈയും കൂടി ചേർന്നതല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി എന്ന് എഴുതാം പ്ലസ് അടുത്തത് ഏതാ? ആംഗിൾ സി ബി എ. സി ബി എ എന്ന് പറയുന്നത് ഇത് എത്രയാണ്? വൈ ഡിഗ്രിയാണ്. സോ വൈ ഡിഗ്രി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. ശരിയാണോ? സോ എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2x ഡിഗ്രി പ്ലസ് ഇത് എത്രയാണ്? 2y ഡിഗ്രി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. ശരിയാണോ? ഇവിടെ രണ്ട് കോമൺ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ള രണ്ടിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി സമയം എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. സോ 2 അങ്ങോട്ട് പോവാം, ഗുണിക്കാനുള്ള 2 അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ അല്ലേ. അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 2. സോ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഈക്വൽ ടു എത്രയാ? 90 എന്ന് എഴുതാം. സോ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലുള്ള ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ. എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്ര കിട്ടുന്നത്? 90 ഡിഗ്രിയാണ്. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. മനസ്സിലായോ? എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? ഇതേപോലെ ചിത്രം വരയ്ക്കുക. ചിത്രം വരച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ കേന്ദ്രമാണ്, ഇങ്ങോട്ട് എന്ത് ചെയ്യുക? നമ്മൾ വരച്ചു, ഒരു വര വരച്ചു. ഇപ്പോൾ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഈ ത്രികോണമുണ്ട്, ഈ ത്രികോണമുണ്ട്. ഇത് രണ്ടും എന്ത് ത്രികോണങ്ങളാണ്? സമപാർശ്വ ത്രികോണങ്ങളാണ്. കാരണം ഇതും തുല്യമാണ്. അതേപോലെ ഈ വശവും എന്താണ്? തുല്യമാണ്. ഒക്കെ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ സൈഡും എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം ഇതിന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എക്സ് ആയിരിക്കും. അതേപോലെ ഞാൻ ഇവിടെ വൈ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിന് ഓപ്പോസിറ്റ് വൈ എടുത്താൽ ഇതിന് ഓപ്പോസിറ്റും എന്തായിരിക്കും? വൈ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു? വലിയ ത്രികോണം പരിഗണിച്ചു. എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ത്രികോണം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, അതായത് ഒരു ആംഗിൾ എക്സ് ആണ്, ഒരു ആംഗിൾ വൈ ആണ്. ഈ ആംഗിൾ എത്രയാണ്? എക്സും വൈയും കൂടി ചേർന്നതാണ്. അതെല്ലാം കൂടി കൂട്ടി എത്രയേ വരാൻ പാടുള്ളൂ? 180 വരാൻ പാടുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 2y ഈക്വൽ ടു 180 എന്നാണ്. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 180 എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 ബൈ 2 എന്ന് പറയുന്നത് 90 എന്ന് എഴുതാം. മനസ്സിലായോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ 13ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 90 ഡിഗ്രി എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം, തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ചിത്രം അറിയുന്ന വെച്ചിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു കോൺ എക്സ് ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൽ നിന്ന് പിടിച്ച് കയറാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോൺ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിഗ്രി തന്നെയല്ലേ? അല്ല, ഇവിടെ വൈ ഡിഗ്രിയാണ് കേട്ടോ. ഇവിടെ വൈ ആണ്, ഇവിടെ എന്താണ്? എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയും തന്നിട്ടുണ്ട്, ഇവിടെ എക്സും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു ഈ കോണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം, അല്ലെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം എന്നുള്ളത് കിട്ടും എന്നുള്ളത് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെളിയിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ത്രികോണം പരിഗണിക്കുക. ഇവിടെ ചെറിയ ത്രികോണം പരിഗണിച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചെറിയൊരു ത്രികോണം പരിഗണിച്ച് കഴിഞ്ഞാൽ കൺസിഡർ ട്രയാങ്കിൾ ഒ എ ബി, അല്ലെങ്കിൽ ത്രികോണം ഒ എ ബി പരിഗണിച്ചാൽ, മലയാളം മീഡിയം എഴുതി വെക്കണം കേട്ടോ. അതേപോലെ ത്രികോണം ഒ എ ബി പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഒ എ ബി, ആംഗിൾ ഒ എ ബി ഈക്വൽ ടു എത്രയാണ്? വൈ ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. ഒ എ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണ്? വൈ ഡിഗ്രിന്ന് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി
എ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? വൈ ഡിഗ്രി തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? റീസൺ നോക്കി, ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? വൈ ഡിഗ്രി ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും എന്ത് വൃത്തത്തിലെ ആരങ്ങളാണ്? അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ അടുത്തടുത്ത രണ്ട് വശങ്ങൾ തുല്യമായതിനാൽ അതെന്താണ്? സമപാർശ്വ ത്രികോണമായിരിക്കും, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു പ്രത്യേകത എന്താ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ സൈഡിനെതിരെ വൈ ആണെങ്കിൽ ഈ സൈഡിനെതിരെ ഉണ്ടാവുക എന്തുതന്നെയാണ്? വൈ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് വൈ കിട്ടി, അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വൈ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ റീസൺ എഴുതി വെക്കണമല്ലോ. എന്താണ് റീസൺ എഴുതി വയ്ക്കുക അല്ലേ? എന്താ റീസൺ എഴുതി വയ്ക്കുക? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, അല്ലെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇവിടെ കൺസിഡർ ട്രയാങ്കിൾ ഒ എ ബി. ഒ എ ബി എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണെന്ന് എഴുതി വയ്ക്കുക. സമപാർശ്വ ത്രികോണമാണെന്ന് എഴുതി വയ്ക്കുക. സമപാർശ്വ ത്രികോണം എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒ എ ബി എന്ന് പറയുന്നത് വൈ ഡിഗ്രിയാണ്, ഒ ബി എ എന്ന് പറയുന്നത് വൈ ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൂന്നാമത്തെ ഒരാളുണ്ടല്ലോ, ഇയാൾ എത്രയായിരിക്കും? ഇയാൾ എത്രയായിരിക്കും? 180 - 2y എന്ന് എഴുതാം. അതിന് പകരം ഇവിടെ നോക്കി, ഇവിടെ എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 2x ആയിരിക്കില്ലേ? എന്തുകൊണ്ടാണ്? എ ബി എന്ന് പറയുന്ന ചാപം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കേന്ദ്രകോണാണിത്, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ പറയപ്പെടുന്ന ആൾ അല്ലേ, എ ഒ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 2x ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ 100 ഡിഗ്രി എന്ന് എഴുതിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എത്ര എഴുതും? 50 എന്ന് എഴുതും. അതുപോലെ തന്നെ ഇവിടെ 50 ആണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് റിവേഴ്സ് ഇങ്ങോട്ട് ചിന്തിക്കുക, ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 2x ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുക. ഇഫ് ആംഗിൾ എ സി ബി എക്സ് ഡിഗ്രി ആണെന്ന് എഴുതും, ഈക്വൽ ടു എക്സ് ഡിഗ്രി, ദെൻ അല്ലേ എ സി ബി എന്ന് പറയുന്ന കോൺ, എ സി ബി എന്ന് പറയുന്ന കോൺ എക്സ് ഡിഗ്രി ആയാൽ ദെൻ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എന്തായിരിക്കും? 2x ഡിഗ്രി ആയിരിക്കും അല്ലേ. എ ഒ ബി എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും? 2x ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? പോയിന്റ് നമ്പർ 6 എഴുതി വെച്ചാൽ മതി. എന്താണ്? ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അത് നേരെ തിരിച്ചിങ്ങോട്ട് പറയാം. കേന്ദ്രകോണിലുണ്ടാക്കുക അല്ലെങ്കിൽ മറുചാപത്തിലുണ്ടാക്കുന്ന ഒരു കോണെന്ന് പറയുന്നത് ആ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ ഇരട്ടി ആയിരിക്കും എന്നുള്ള എഴുതി വെച്ചാൽ മതി. ഇങ്ങനെയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോണ് എപ്പോഴും എന്തായിരിക്കും? കേന്ദ്രകോണിൻ്റെ ഇരട്ടി, അല്ല, മറുചാപത്തിലുണ്ടാക്കുന്ന ഒരു കോണിൻ്റെ ഇരട്ടി ആയിരിക്കും എന്ത്? അതിൻ്റെ കേന്ദ്രകോണിലുള്ള കോണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് നമ്പർ 6 എന്ത് ചെയ്യുക? ഇവിടെ എഴുതി വയ്ക്കുക. പോയിന്റ് നമ്പർ 6 തന്നെ എഴുതി വെച്ചാൽ അതേ റിവേഴ്സായിട്ട് എഴുതണ്ട, കൺഫ്യൂഷനാവും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? 2x ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കി, ഒരു ട്രയാങ്കിൾ എ ഒ ബി നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ 3 ആംഗിളുകളും നമുക്ക് കിട്ടി. അപ്പോൾ ഈ 3 ആംഗിളുകളും കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രിയാണ് കിട്ടുക? എത്ര ഡിഗ്രിയാണ് കിട്ടുക? 180 ആണ്. കാരണം ത്രികോണത്തിൽ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഞാൻ എല്ലാ കോണുകളും കൂട്ടുകയാണ്. ദെർഫോർ എല്ലാ കോണുകളും, ഒരു കോൺ ഏതാ? എ ആണ്. ആംഗിൾ എ ഈക്വൽ എ പ്ലസ്, അടുത്തത് ആംഗിൾ ബി ആണ്. ബി എന്ന് പറയുന്നത് ഏതാ ആംഗിൾ? ഈ ആംഗിൾ കേട്ടോ, ഈ ആംഗിൾ. അപ്പോൾ അങ്ങനെ വേണം, അങ്ങനെ തന്നെ കൂട്ടി. ആംഗിൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒ എ ബി, ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ പ്ലസ് ആംഗിൾ എ ഒ സി അല്ലേ. ഒ എ ബി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ പ്ലസ് ഒ ബി എ എന്ന് പറയുന്നത് ഈ ആംഗിൾ പ്ലസ് എ ഒ ബി എന്ന് പറയുന്നത് ഈ ആംഗിൾ സം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി, അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ഒ എ ബി എന്ന് പറയുന്ന ആംഗിൾ എത്ര? ഒ എ ബി എന്ന് പറയുന്നത് എത്രയാണ്? വൈ ആണ്, വൈ ഡിഗ്രിയാണ്. പ്ലസ് ഒ ബി എ എന്ന് പറയുന്നത് എത്രയാണ്? വൈ ആണ്. സോ വൈ പ്ലസ് പിന്നെയോ എ ഒ ബി എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ്. ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. സോ വൈ പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 2y ആണ്. പ്ലസ് 2x ഈക്വൽ ടു എത്രയെന്ന് എഴുതി? 180 ഡിഗ്രി. 2 പുറത്തെടുത്തു. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അല്ലെങ്കിൽ വൈ പ്ലസ് എക്സ്. ഓക്കെ, 2 ഇൻറ്റു വൈ പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്ന സമയത്ത് വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം? 90, 180/2 എന്ന് എഴുതാം.
വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ 90, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 എന്ന് എഴുതും. എക്സും വൈയും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് തെളിയിക്കാനാണ് പറഞ്ഞത്? 90 ഡിഗ്രി. ഹെൻസ് പ്രൂവ്ഡ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തു? തെളിയിച്ചു. ഓക്കെ, ഓക്കെ. എങ്ങനെയാണ് ചെയ്തത്? ഓരോന്നും എക്സ് ഡിഗ്രി എടുത്തു. ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ്? വൈ ഡിഗ്രി നമ്മൾ പഠിച്ച കാര്യമാണ്. സമപാർശ്വ ത്രികോണമാണ്. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമാണ്. അപ്പോൾ ഇത് വൈ ആണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് 180 - 2y ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 180 - 2y ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വരും എന്താണ്? 90 - y എന്ന് വരും. എക്സ് സമം 90 - y എന്നിടത്ത് വരും. ഓക്കെ, ആ ഒരു മെത്തേഡ് വേണമെന്നില്ല. ഈ ഒരു മെത്തേഡിലേക്ക് എന്ത് ചെയ്താൽ മതി? ചിന്തിച്ചാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കാം. ഓർ അൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഒരു ഇതെടുക്കുകയാണ്. ഇപ്പോൾ ആംഗിൾ ഒ എ ബി ഈക്വൽ ടു വൈ ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 - വൈ പ്ലസ് വൈ അല്ലേ? ഇസ് ഈക്വൽ ടു എത്രയാ? 180 - 2y ആണ്. ശരിയാണോ? അല്ലേ? കാരണം ഇത് y ആണ്, ഇത് y ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? മൊത്തം 180 ആണുള്ളത്. 180ൽ നിന്ന് ഈ കോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൊത്തം 180 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അപ്പോൾ 180ൽ നിന്ന് മറ്റേ രണ്ടുകൾ കൂട്ടി, വൈയും കൂട്ടി, എന്നിട്ട് 180ൽ നിന്ന് അത് കുറച്ചു. അപ്പോൾ 180 - 2y ആണ്. അപ്പോൾ ഈ കോൺ 180 - 2y എന്ന് കിട്ടി. ഈ കോൺ 180 - 2y ആണെങ്കിൽ ഇതിൻ്റെ പകുതി ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക. ഇത് ഓൾറെഡി ഇവിടെ എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ദെർഫോർ ആംഗിൾ എ സി ബി ഈക്വൽ ടു, അല്ലേ? എ സി ബി എന്ന് പറയുന്ന ആംഗിളാണ്. എ സി ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 180 - 2y. അതിൻ്റെ പകുതി ആയിരിക്കും ബൈ 2 അല്ലേ? ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് നോക്കിയാൽ 180 2. അപ്പം കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 ഔട്ട് സൈഡ് എടുക്കുക. സോ എ സി ബി ഈക്വൽ ടു 2 × 90 - y ബൈ 2 എന്ന് എഴുതാം. നോക്കിയാൽ തിരിച്ചങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 90 എത്രയാണ്? 180 ആണ്. 2 × y എന്ന് പറഞ്ഞാൽ 2y ആണ്. 2 കോമൺ ആണത്, കട്ട് ചെയ്യുക. അപ്പോൾ ആംഗിൾ എ സി ബി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 90 - y എന്ന് എഴുതാം. അപ്പോൾ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 90 - y കിട്ടി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 90 - y ആണ്. ഇത് ആർക്ക് തുല്യമാണ്? എക്സിന് തുല്യമല്ലേ? അല്ലേ? ഈ ആംഗിൾ ഓൾറെഡി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദെർഫോർ എക്സ് സമം എത്രയെന്ന് എഴുതാം? 90 - y ആണെന്ന് എഴുതാം. 90 - y ആണെന്ന് എഴുതിക്കൂടെ? ഓക്കെ, 90 - y എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ആംഗിളുകൾ ഓരോന്ന് കൂട്ടുക. എക്സ് സമം 90 - y എന്ന് എഴുതി. നോക്കി എക്സ് സമം 90 - y നീട്ടി. എക്സ് സമം 90 - y ആണെങ്കിൽ 2x സമം എത്രയായിരിക്കും? 180 - 2y ആയിരിക്കില്ലേ? അതിൻ്റെ ഇരട്ടി ആയിരിക്കില്ലേ? 180 - 2y ആയിരിക്കില്ലേ? അല്ലേ? എ ഒ ബി എന്ന് പറയുന്നത് 180 - 2y ആയിരിക്കും. ഓക്കെ,
എ ഒ ബി എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 180 മൈനസ് 2y കിട്ടി. കാരണം 180 മൈനസ് ഇതിലുള്ള ആംഗിൾ, ഒരു ആംഗിൾ y ആണ്, ഈ ആംഗിൾ എന്താണ്? y ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് 180 മൈനസ് 2y പ്ലസ് y എന്ന് എഴുതി വയ്ക്കാം അല്ലേ? 180 മൈനസ് y പ്ലസ് y എന്ന് എഴുതാം. എ ഒ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് 2y എന്ന് എഴുതാം. എങ്ങനെയായിരുന്നു അത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. സോ 180ൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറയ്ക്കുക. 180 മൈനസ് y പ്ലസ് y ഇസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 2y എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്ന് എഴുതാം? 180 മൈനസ് 2y എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിയിടാം, ഈ ഒരു ആംഗിൾ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? എക്സ് അല്ലേ? ഒരു ആംഗിൾ എന്താണ്? എക്സ് ആണ്. ഏതാണ്? ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്. ഇഫ് ആംഗിൾ എ സി ബി അല്ലെങ്കിൽ കോൺ എ സി ബി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ ആംഗിൾ എ സി ബി എക്സ് ഡിഗ്രി ആയാൽ, അല്ലെങ്കിൽ ഇഫ് ആംഗിൾ എ സി ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി ദെൻ, അല്ലെങ്കിൽ ദെൻ ആയാൽ എന്താണ്? ആംഗിൾ ഒ എ ബി അല്ലെ എ ഒ ബി ഈക്വൽ ടു എത്രയായിരിക്കും? എ ഒ ബി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 2x ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്ത്? 2x എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും 2x. കാരണം മറുജാപത്തിലെ കോണുകളല്ലേ? എ ബി എന്ന് പറയുന്ന ചാപമുണ്ട്, അതിൻ്റെ മറുജാപത്തിലെ കോണാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ കേന്ദ്രകോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഇരട്ടി ആയിരിക്കും. സോ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 2x ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? അടുത്ത ഇനി നമ്മൾ എന്ത് ചെയ്യുക? മൊത്തത്തിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ എ ഒ ബി പരിഗണിച്ചാൽ ട്രയാങ്കിൾ എ ഒ ബിയിലുള്ള ആംഗിളുകൾ ദെർഫോർ അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് മൊത്തത്തിൽ കൂട്ടുക. മൊത്തത്തിൽ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 180 അല്ലേ? സോ ഞാനിങ്ങനെ എഴുതി y പ്ലസ് വൈ പ്ലസ് 180 മൈനസ് 2y സമം 180. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അല്ലേ? y പ്ലസ് വൈ പ്ലസ് 180 മൈനസ് വൈ, അതായത് ഈ 3 കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 180 അല്ലേ? അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി 180 മൈനസ് 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? 2x എന്ന് എഴുതിക്കൂടെ? എ ഒ ബി എന്ന് പറയുന്നത് 2x ആണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? 2x സമയം എത്രയെന്ന് എഴുതാം? 180 മൈനസ് 2y ആണെന്ന് എഴുതി വയ്ക്കാം ഓൾറെഡി. കാരണം ഇതും എ ഒ ബി എന്ന് പറയുന്നത് 2x ആണ്, എ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് 2y ആണ്. അപ്പോൾ 180 മൈനസ് 2yക്ക് പകരം നമുക്ക് 2x എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എഴുതിക്കൂടെ? y പ്ലസ് വൈ പ്ലസ് 180 മൈനസ് 2yക്ക് പകരം ഞാൻ എന്ത് എഴുതി? 2x സമയം എന്തെന്ന് എഴുതി? 180. സോ y പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2y പ്ലസ് 2x ഈക്വൽ ടു എത്രയെന്ന് എഴുതി? 180 ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു വൈ പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 അല്ലേ? വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180/2. വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 90. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? 90. ഇങ്ങനെ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം കേട്ടോ. ഏത് മെത്തേഡാണോ എളുപ്പം ആ മെത്തേഡ് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാം. വൃത്തങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കണക്കുകൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണോ എളുപ്പം ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്യും കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന മെത്തേഡ് തന്നെ ചിലപ്പോൾ എളുപ്പമായിക്കോണമെന്നില്ല. ചിലർക്ക് ചില ഐഡിയാസ് ഉണ്ടാവും, അത് പെട്ടെന്ന് ചിലപ്പോൾ എളുപ്പമായിക്കോണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കും. ഓക്കെ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുക. അത് സദൃശ്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാനുണ്ട്. പഠിപ്പിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. എന്തായാലും വഴിയെ ഞാൻ എന്ത് ചെയ്യുക? കുറച്ച് തെളിയിക്കാനുള്ള അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു തരാം? അതിൻ്റെ ചെറിയൊരു തിയറി പാർട്ട്, ഒരു ബേസിക് എടുത്ത് തരാനുണ്ട്, ബേസിക്സ് ആയിട്ട് എടുത്ത് തരാനുണ്ട്. അപ്പോൾ അത് എടുത്ത് തരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇൻ കേസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ. സോ 17ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്ത് നോക്കുക. കാരണം അതും നമ്മൾ ഈ പറയപ്പെടുന്ന പോലെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 18ാമത്തെ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. 19 ചെയ്ത് നോക്കുക.
20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അസൈൻമെൻറ്റിലെ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ 16, 17, 18, 19 എന്താണ് ഹോംവർക്കായിട്ട് 16, 17, 18, 19 ക്വസ്റ്റ്യൻസ് എന്തായിട്ട് എടുക്കുക, ഹോംവർക്കായിട്ട് എഴുതുക. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 20ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. എങ്കിലും ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്ത് തരാൻ, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ചതുർഭുജം ABCDയുടെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ചതുർഭുജം ABCD അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ABCDയുടെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. എല്ലാ കോണുകളല്ല, ചതുർഭുജത്തിൻ്റെ കോണുകളെല്ലാം കണ്ടുപിടിക്കുക. ചതുർഭുജത്തിൻ്റെ കോണുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഈ ഒരു കോണ്, അതേപോലെ ഈ ഒരു കോണ്, അതേപോലെ ഈ ഒരു കോണ്, അതേപോലെ ഈ ഒരു കോണ്, ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D. ഈ 3 കോണുകളാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമ്മളിത് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ഇങ്ങനെ ഒരു ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത് അല്ലേ. ആദ്യം ആർക്കുകൾ കൺസിഡർ ചെയ്യും. ഫസ്റ്റ് BC എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BC എന്ന ചാപം പരിഗണിച്ചു കഴിഞ്ഞാൽ, BC എന്ന ചാപം പരിഗണിക്കുക. BC എന്ന ചാപം പരിഗണിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ BCയുടെ മറുചാപത്തിലെ കോണുകൾ ഏതൊക്കെയാണ്, BC എന്ന് പറയുന്ന ഈ ചാപം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുചാപത്തിലുള്ള കോണുകൾ ഏതൊക്കെയാണ്, Bയിൽ തുടങ്ങി Cയിൽ വരുന്ന കോണുകളൊക്കെ നോക്കാം. Bയിൽ തുടങ്ങി Aയിൽ പോയി Cയിൽ വരുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഏതാ, ആംഗിൾ BAC. അത് എത്രയാണെന്നറിയാം, 45 ഡിഗ്രി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ Bയിൽ തുടങ്ങി പിന്നെ Cയിൽ വരുന്ന കോൺ ഏതാ, പിന്നെ ഇങ്ങോട്ടില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ BAD ആണ്. Cയിലല്ല അവസാനിക്കുന്നത്, Bയിൽ പോയി Dയിൽ പോയിട്ട് എങ്ങോട്ട് വരുന്നുണ്ട്, Cയിൽ വരുന്നുണ്ട്, ആംഗിൾ BDC എന്ന് പറയുന്നത്. അതും എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണ്, മറുചാപത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നുള്ളതാണ്. മറുചാപത്തിലെ കോണുകളെല്ലാം തുല്യം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളുകളെല്ലാം എന്താണ്, ഈക്വൽ ആണെന്നുള്ള ഒരു 7ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റാണ് അത്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, അടുത്ത ചാപം കൺസിഡർ ചെയ്യണമെങ്കിൽ നോട്ട്ബുക്ക് തിരിച്ചിട്ട് ഏതാ, CD എന്ന് പറയുന്ന ചാപത്തിന് നിങ്ങൾ നേരെ പിടിക്കുക. CD എന്ന ചാപം പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിളുകൾ ഏതൊക്കെയാണ്, CD അല്ലെങ്കിൽ CD എന്ന ചാപം പരിഗണിച്ചാൽ അല്ലേ, CD എന്ന ചാപം പരിഗണിച്ചാൽ അതിൻ്റെ മറുചാപമാണ് ഈ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അൾട്ടർനേറ്റ് ആർക്കാണ് ഇത്. അപ്പോൾ ഇത് അൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളുകൾ ഏതൊക്കെയാണ്, Cയിൽ തുടങ്ങി Dയിൽ അവസാനിക്കുന്നതൊക്കെ എന്താണ്, അതിൻ്റെ മറുചാപത്തിലെ കോണുകളാണ്. സോ Cയിൽ തുടങ്ങി Bയിൽ പോയിട്ട് Dയിൽ വരുന്നുണ്ട്. സോ ആംഗിൾ CBD അത് എത്രയാണ് പറയുന്നത്, 30 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഇതെന്തായിരിക്കും, CD എന്ന ചാപത്തിൻ്റെ മറുചാപത്തിലെ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ആർക്കിലെ കോണായിരിക്കും. അതേപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, Cയിൽ തുടങ്ങി Aയിൽ പോയി Dയിൽ വരുന്നുണ്ട്. സോ ആംഗിൾ CAD ഈക്വൽ ടു എത്ര തന്നെയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. എന്താണ് റീസൺ, മറുചാപത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് CAD എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയെന്ന് എഴുതാം, 30 ഡിഗ്രി ആണെന്ന് എഴുതാം. ഇനി അടുത്ത് നമ്മൾ ഏത് ആർക്കാണ് കൺസിഡർ ചെയ്യുന്നത്, AD എന്ന് പറയുന്ന ആർക്ക് പരിഗണിക്കുക. AD എന്ന ചാപം പരിഗണിച്ചു. കൺസിഡർ ആർക്ക് AD. ഓക്കെ, AD എന്ന ചാപം പരിഗണിച്ചാൽ അല്ലെങ്കിൽ പരിഗണിക്കുക. ഓക്കെ, AD എന്ന് പറയുന്ന ചാപത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് തിരിച്ചിട്ട് നിങ്ങൾ നേരെ വയ്ക്കുക, ഇങ്ങനെ വരിക, എന്നിട്ട് ആംഗിളുകൾ നോക്കുക, ഏതൊക്കെ ആംഗിളുകളാണ് തന്നിരിക്കുന്നത് നോക്കുക. സോ AD എന്ന് പറയുന്ന ചാപം ഇതാണ്. അപ്പോൾ Aയിൽ തുടങ്ങി Dയിൽ അവസാനിക്കുന്ന കോണുകളാണ്. അപ്പോൾ ABD എന്ന് പറയുന്ന കോൺ അല്ലേ, ആംഗിൾ ABD സമം ഇവിടെ നോക്കി, ആംഗിൾ Aയിൽ തുടങ്ങി Bയിൽ വന്നു Dയിലേക്ക് വന്നു, ഈ ആംഗിൾ അല്ലേ. സോ ഈ ആംഗിൾ X ആയിട്ട് എടുത്തോ, അറിയില്ല നമുക്ക്, X ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ കോൺ ഏതാ, പിന്നെ Aയിൽ തുടങ്ങി Cയിൽ വന്നു Dയിൽ വന്നു. സോ ആംഗിൾ ACD അതും എന്തുതന്നെയായിരിക്കും, ACD എന്ന് പറയുന്ന ഈ ആംഗിളും എന്തുതന്നെയായിരിക്കും, X ഡിഗ്രി ആയിരിക്കും. സോ അത് രണ്ടും എഴുതി വയ്ക്കും. നമുക്ക് വേറെ കോണുകളൊന്നും തന്നിട്ടില്ല. ഇനി അടുത്തത് നോക്ക്, അടുത്തത് ഏത് ആംഗിളാണ് പരിഗണിക്കാനുള്ളത്,
അടുത്തത് ഏത് ആംഗിളാണ് പരിഗണിക്കാൻ, അല്ല ഏത് ചാപ പരിഗണിക്കാനുള്ളത്? ചാപം എ ബി പരിഗണിക്കുക. എ ബി എന്ന ചാപം പരിഗണിക്കുക. എ ബി എന്ന ചാപം പരിഗണിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, എ ബി എന്ന് പറയുന്ന ചാപം പരിഗണിക്കുമ്പോൾ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന കോണുകളുണ്ടോ നോക്കുക. എ ഡി സി അല്ല എ ഡി ബി, ഇതാ ഈ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. എയിൽ തുടങ്ങി ഡിയിൽ വന്നു, എവിടെ അവസാനിച്ചു? ബിയിൽ വന്നു. സോ ആംഗിൾ എ ഡി ബി അത് നമുക്ക് തന്നിട്ടില്ല. അതേപോലെ വേറെ എന്താ ഉള്ളത്? എയിൽ തുടങ്ങി സിയിൽ വന്നു, ബിയിൽ അവസാനിച്ചു. ആംഗിൾ ഏതാണ്? എ സി ഡി എന്ന് പറയുന്നത്. പക്ഷെ അത് തന്നിട്ടുണ്ട്, എത്രയാണ്? 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. എന്താണ് റീസൺ? മറുചാപത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളുകളെല്ലാം എന്താണ്? തുല്യമാണ്. സോ ഈ ആംഗിൾ എത്ര കിട്ടി? 50 ഡിഗ്രി കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താ? ചതുർഭുജം എ ബി സിയുടെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ്. ഈ ചതുർഭുജം എന്ത് ചതുർഭുജമാണ്? അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് ക്വാഡ്രിലാറ്ററലാണ്? സൈക്ലിക് ആണ് അല്ലേ, ചക്രീയ ചതുർഭുജമാണ്. കാരണം എല്ലാ പോയിന്റും എവിടെയാണ്? ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എതിർക്കോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെൻ്ററി അല്ലെങ്കിൽ അനുപൂരകങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാം എ ബി സി ഡി എന്ന ചതുർഭുജം അല്ലെങ്കിൽ എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ്. ഒരു ചക്രീയ ചതുർഭുജം ആയതിനാൽ അല്ലേ, ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതിനാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. എതിർക്കോണുകൾ എന്താണ്? എതിർക്കോണുകൾ അനുപൂരകങ്ങളാണ്. അനുപൂരകങ്ങൾ ആണ് അല്ലെങ്കിൽ ആയിരിക്കും. ആണോ അല്ലേ? കാരണം എതിർക്കോണുകൾ അനുപൂരകങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എപ്പോഴും എത്ര ഡിഗ്രിയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. ദെർഫോർ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? കോൺ ബിയും കോൺ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി എന്നറിയാം. കോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ കൂടി ചേർന്നതാണ്? 30 എക്സും കൂടി ചേർന്ന് ഈ വലിയ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ബി എന്ന് പറയുന്നത്. കോൺ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 30 പ്ലസ് എക്സ് എന്ന് എഴുതാം അല്ലേ. കോൺ ബി എന്ന് പറയുന്നത് ആരൊക്കെ കൂടി ചേർന്നതാണ്? ഇതാ ഈ വലിയ കോണാണ് അല്ലേ. ഈ 30ഉം ഈ എക്സും കൂടി ചേർന്നതാണ് കോൺ ബി എന്ന് പറയുന്നത്. സോ 30 പ്ലസ് എക്സ് എന്ന് എഴുതാം. അടുത്തത് ആരുണ്ട്? പ്ലസ് കോൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? കോൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ഉം 45ഉം കൂടി ചേർന്നതാണ്. സോ 50 പ്ലസ് 45 സമയം എത്രയെന്ന് എഴുതാം? 180 ഡിഗ്രിയാണെന്ന് എഴുതാം. 50 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ ആരാണ്? ഡി ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ 30 പ്ലസ് 50 പ്ലസ് 45 പ്ലസ് എക്സ് സമയം എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. 30ഉം 50ഉം എത്രയാണ്? 80. 80ഉം 45ഉം എത്രയാണ്? 125 പ്ലസ് എക്സ് ഡിഗ്രി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 പ്ലസ് 125 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 125. സോ എക്സ് ഡിഗ്രി സമം 180 മൈനസ് 125. എക്സ് ഡിഗ്രി സമയം എത്രയാണ്? 180 മൈനസ് 125 എന്ന് പറയുമ്പോൾ 55 ഡിഗ്രി. സോ എക്സ് ഡിഗ്രി എത്ര കിട്ടി? 55 ഡിഗ്രി. സോ എക്സ് ഡിഗ്രി 55 ആയതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതിക്കൂടെ? ദെർഫോർ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയെന്ന് എഴുതാം? 30 പ്ലസ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 പ്ലസ് 55 സമയം എത്രയെന്ന് എഴുതാം? 85. അടുത്തത് ആംഗിൾ സി എഴുതിക്കൂടെ? ആംഗിൾ സി ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് എഴുതാം? ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് തന്നെ അല്ലേ ഇവിടെ? ആംഗിൾ സി എന്ന് പറയുന്നത് 50 പ്ലസ് എക്സ് ആണ്. സോ ആംഗിൾ സി എന്ന് പറയുന്നത് 50 പ്ലസ് 55 സമയം എത്രയെന്ന് എഴുതാം? 105 എന്ന് എഴുതാം. അടുത്തതോ? അടുത്തത് ആരാ വരുന്നത്? ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പ്ലസ് 45 ഓൾറെഡി അവിടെ ഉണ്ട്. സമയം എത്രയാണ്? 95. ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 45 പ്ലസ് 30 സമയം എത്രയാണ്? 75 ആണോ? സോ ആംഗിൾ എയും ആംഗിൾ നോക്കിയേ, എയും സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 105 180 കിട്ടണം. എ എന്ന് പറയുന്നത് എത്രയാണ്?
75 എ എന്ന് പറയുന്നത് 75, സി എന്ന് പറയുന്നത് എത്രയാണ് 105. 75 105 എത്രയാണ് 180. ഇനി അടുത്തത് ബിയും ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. കാരണം ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. സോ ബി എന്ന് പറയുന്നത് 85. ഡി എന്ന് പറയുന്നത് എത്രയാണ്? ഡി എന്ന് പറയുന്നത് 95. സോ 95 + 85 എന്ന് പറയുമ്പോൾ എത്രയാണ്? 180. സോ ആൻസറായി. കാര്യം മനസ്സിലായി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ചാപം പരിഗണിച്ച് ചെയ്യുക കേട്ടോ. ചാപങ്ങൾ എടുക്കുക, ചാപങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? പരിഗണിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒ എ സി എന്ന് പറയുന്നത് എന്താ? ഒ എ ബി സി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സാമാന്തരികമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? എ ബി സി എന്ന് പറയുന്നത് മൂന്നും വൃത്തത്തിലെ പോയിന്റുകൾ, അല്ലെങ്കിൽ ഈ 3 വേർട്ടെക്സ് എവിടെയാണ്? വൃത്തത്തിലാണ്, ഓൺ ദ സർക്കിളാണ്. ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. വൃത്ത കേന്ദ്രവുമായിട്ടാണ് സാമാന്തരികം വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3 കോണുകൾ, എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കോണുകൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് എന്താണ്? വേളൊരു പി എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് എ പി എന്ന് പറയുന്ന ലൈനും സി പി എന്ന് പറയുന്ന ലൈനും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ആംഗിൾ എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞു? ആംഗിൾ എ പി സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ആംഗിൾ എ പി സി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാൻ പറഞ്ഞു? എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കാൻ പറഞ്ഞു. എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. എ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പി എന്ന് പറയുന്ന ഒരു പോയിന്റ് മുകളിലിട്ടിട്ട് എ പിയും സി പിയും വരയ്ക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ പി സി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ, ഇഫ് ആംഗിൾ എ പി സി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി, എ പി സി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആയാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ ഒ സി എത്രയാണ് ചോദിച്ചത്. ആംഗിൾ എ ഒ സി എത്രയായിരിക്കും എന്നുള്ള. എ ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കില്ലേ? എ ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2x ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ് അല്ലേ? ആറാമത്തെ പോയിന്റ്, ഒരു ചാപം എ സി എന്ന് പറയുന്ന ചാപം അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ചാപം, എ ബി സി എന്ന് പറയുന്ന ആർക്ക്, അതിൻ്റെ അൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഇതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇതാണ് കേന്ദ്രകോൺ, ഇതിൻ്റെ പകുതി ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 2x ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഉണ്ടാവുക? എക്സ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 2x ആയിരിക്കും. സോ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എത്രയാണ്? 2x ഡിഗ്രിയാണ്. അതിൻ്റെ എന്താണ് എഴുതി വെക്കേണ്ടത്? പോയിന്റ് നമ്പർ 6 ആണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. എന്താണ്? ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കേന്ദ്രകോണിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ല പകുതി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതി വെക്കുക. അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. പോയിന്റ് 6 എന്ന് എഴുതി വെക്കരുത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ എ ബി സി എത്രയാണെന്നുള്ളതാണ്. സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? എ ബി സി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? ഇതല്ലേ? സോ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? നോക്കിയേ, എ ബി സി പി എന്ന് പറയുന്നത് ഒരു ചതുർഭുജം അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ് അല്ലേ? ഒരു ചക്രീയ ചതുർഭുജമല്ലേ? കാരണം എ ബി സി പി എന്ന് പറയുന്നത് 4 ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലെ പോയിന്റുകളാണ്. അപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ആണ് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. സോ നമുക്കിതിൻ്റെ എതിർക്കോണുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. എന്താണ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രിയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ്, കൺസിഡർ ക്വാഡ്രിലാറ്ററൽ എ ബി സി പി അല്ലെങ്കിൽ ചതുർഭുജം എ ബി സി പി പരിഗണിച്ചാൽ എ ബി സി പി എന്ന് പറയുന്നത് എന്താണ്? എ ബി സി പി സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം ആണ്. എ ബി സി പി എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്. ദെർഫോർ അതിൻ്റെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ എതിർക്കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എതിർക്കോണുകൾ എന്തായിരിക്കും? അനുപൂരകങ്ങളായിരിക്കും. എ ബി സി പി എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ അതിൻ്റെ എതിർക്കോണുകൾ എന്തായിരിക്കും? അനുപൂരകങ്ങളായിരിക്കും. ദെർഫോർ എതിർക്കോണുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ഈ കോണും സി എന്ന് പറയുന്ന ഈ കോണും പി എന്ന് പറയുന്ന ഈ കോണും ബി എന്ന് പറയുന്ന ഈ കോണും. അതായത് ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? കോൺ എ പി ബി
പ്ലസ് കോൺ എ ബി സി ഈക്വൽ ടു കോൺ എ പി ബി പ്ലസ് കോൺ എ ബി സി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം 180 ഡിഗ്രി എന്ന് എഴുതാം. ആണോ? എതിർ കോണുകൾ എപ്പോഴും എന്തായിരിക്കും 180 ഡിഗ്രി കിട്ടും. സോ കോൺ എ പി സി എന്ന് പറയുമ്പോൾ എക്സ് ഡിഗ്രി പ്ലസ് കോൺ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? നോക്കിയേ, എക്സ് ഡിഗ്രി ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അറിയില്ല, നമ്മൾ എടുത്തു വെച്ചു. എ ബി സി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. സോ അടുത്ത സ്റ്റെപ്പിൽ ആംഗിൾ എ ബി സി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? എക്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 180 മൈനസ് എക്സ് ഡിഗ്രി. സോ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യാം. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താ? രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുള്ളൂ? 180 കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം? ചെയ്ത് വയ്ക്കാം. നമുക്കതൊരു പ്രൂഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് എഴുതി വെച്ചത്. അടുത്ത ഡി ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ എ ബി സി പ്ലസ് എ പി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആംഗിൾ എ ബി സി പ്ലസ് എ പി സി. ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ പി സി. ആംഗിൾ എ ബി സി പ്ലസ് എ പി സി എത്രയാണ്? ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. ആംഗിൾ എ പി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. ഓക്കെ, ഇത് ചതുർഭുജം എ ബി സി പി അല്ലേ? അപ്പോൾ അതിൻ്റെ എതിർക്കോണുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചത്. ഓൾറെഡി ആൻസർ എത്രയാണ്? 180 ആണ്. പക്ഷെ നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. എ ബി സി പി എന്ന് പറഞ്ഞാൽ 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. പ്ലസ് എ പി സി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഓക്കെ, മൈനസ് എക്സ് പ്ലസ് എക്സ് എന്തായിപ്പോവും? 0 ആയിപ്പോവും. ബാക്കി എന്ത് വരും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ പി സി എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ആംഗിൾ എ പി സിയുടെ അളവ് എത്രയാ? ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ പി സി എത്രയാണെന്നുള്ള. ആംഗിൾ എ പി സി എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ് ഡിഗ്രി എടുത്തിട്ടുണ്ട്. സോ എക്സ് ഡിഗ്രി എന്ന് എഴുതി വെക്കാനല്ല പറയുന്നത്, എക്സാക്റ്റ് എത്രയായിരിക്കും വാല്യൂ, ആംഗിൾ കറക്റ്റ് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഈ ഒ എ ബി സി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്? പാരലലോഗ്രം ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒ എ ബി സി ഒരു സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രമാണ്. പാരലലോഗ്രമാണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. ഒ എ ബി സി ഒരു പാരലലോഗ്രം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. എതിർ കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എതിർ കോണുകൾ തുല്യം എന്നുള്ളതാണ് അല്ലേ? സാമാന്തരികം വരച്ചു നോക്കി. സാമാന്തരികത്തിൻ്റെ എതിർക്കോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. സാമാന്തരികത്തിൻ്റെ എതിർക്കോണുകൾ എന്താണ്? തുല്യമാണ്. എതിർക്കോണുകൾ തുല്യമായിരിക്കും. സോ തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയ എതിർക്കോണുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇതാ ഈ കോണ് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ കോണ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ആംഗിൾ ഒ ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് എഴുതിക്കൂടെ? കോൺ ഒ എന്ന് പറയുന്നത് കോൺ ബിക്ക് ഈക്വൽ ആയിരിക്കില്ലേ? സോ നമുക്ക് കോൺ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2x ആണ്. കോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്. സോ ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും? പ്ലസ് എക്സ് ആവും. സോ 2x മൈനസ് എക്സ് എന്നുള്ളത് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180. 3x ഇസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180. എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 180/3. എക്സ് സമയം എത്രയാണ്? 60 ഡിഗ്രി. സോ എക്സ് സമം 60 ഡിഗ്രിയാണ്. എക്സ് സമം 60 ഡിഗ്രി ആണെങ്കിൽ ഏതാണ് എക്സ് ആയിട്ടിരിക്കുന്നത്? ആംഗിൾ എ പി സി എന്ന് പറയുന്നതാണ്. അത് എത്ര ഡിഗ്രി ആയിട്ട് എഴുതാം? 60 ഡിഗ്രി ആയിട്ട് എഴുതാം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം? സാമാന്തരികത്തിൻ്റെ എതിർക്കോണുകൾ എന്താണ്? തുല്യമാണ്. പാരലലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? സാമാന്തരികത്തിൻ്റെ എതിർക്കോണുകൾ തുല്യമാണ്. ആയതിനാൽ in a parallelogram opposite angles are equal, therefore angle O equal to angle B. Angle O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2x ആണ്. ആംഗിൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 180 മൈനസ് എക്സ് ആണ്. സോ 2x is equal to 180 മൈനസ് എക്സ്. 2x പ്ലസ് എക്സ് is equal to എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. 3x is equal to എത്രയെന്ന് എഴുതാം? 180. x is equal to 180/3. x is equal to എത്രയാണ്? 60 ഡിഗ്രി. സോ ഓരോ ആംഗിളുകളും നമുക്ക് പറഞ്ഞൂടെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാമാന്തരികത്തിൻ്റെ കോണുകൾ എത്ര വീതമാണ്? ഇതിൻ്റെ ആംഗിൾസ് എത്ര വീതമാണെന്നുള്ളതാണ്. സോ ഇവിടെ സാമാന്തരികം നമുക്ക് കിട്ടി. എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി?
60 കിട്ടി. അപ്പോൾ 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 അപ്പോൾ ഇതും എത്രയായിരിക്കും? 120 ടോട്ടൽ എത്രയാണുള്ളത്? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 360 കിട്ടുക. സോ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആംഗിളുകളും കൂട്ടിക്കൂടെ? ഇപ്പോൾ ഇത് എക്സ് ആണെന്ന് എടുത്തോ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ വേണ്ടത് ഇനി എക്സ് എടുക്കണ്ട, എക്സ് നേരത്തെ എടുത്തല്ലേ. അപ്പോൾ ഇത് വൈ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? വൈ ഡിഗ്രി ആയിട്ട് എടുക്കുക. അപ്പോൾ വൈ പ്ലസ് അല്ലേ, വൈ പ്ലസ് 120 സമയം എത്രയെന്ന് എഴുതാം? 360 അല്ലേ? എഫ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ, എഫ് ആണ്. 320 പ്ലസ് അല്ല വൈ പ്ലസ് 120 പ്ലസ് 120, കാരണം ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആണ്, കാരണം എതിർക്കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ പ്ലസ് വൈ എന്ന് പറയുന്നത് 2y പ്ലസ് 220 പ്ലസ് 220 120 പ്ലസ് 120 240 സമയം എത്രയാണ്? 360. 2y സമയം എത്രയെന്ന് എഴുതാം? 360 മൈനസ് 240 എന്ന് എഴുതാം. 2y സമയം എത്രയെന്ന് എഴുതാം? 120 എന്ന് എഴുതാം. y സമയം എത്രയെന്ന് എഴുതാം? y സമയം എത്രയെന്ന് എഴുതാം? എത്രയായിരിക്കും? 120/2 എന്ന് പറയുന്നത് 60 120/2 സമയം എത്രയാണ്? 60 ഡിഗ്രിയാണ്. സോ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60. സോ ഓരോ ആംഗിളുകളും എത്ര വീതമായിരിക്കും? ആംഗിൾ ദെർഫോർ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 120. ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 60. ആംഗിൾ ഡി എന്ന് പറയുന്ന ഒ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി. സമാന്തരികത്തിൻ്റെ ഓരോ കോണുകളും കണ്ടുപിടിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമാന്തരികത്തിൻ്റെ എതിർക്കോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോണുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? കാര്യം മനസ്സിലായോ? അപ്പോൾ ഓരോ കോണുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 120. സമാന്തരികത്തിൻ്റെ കോണുകൾ എത്രയാണ്? 60 120 60 120 ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുക? അസൈൻമെൻറ്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക? കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞതാണ്, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക കേട്ടോ. മെറ്റീരിയൽസ് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ പറയുക, കാരണം ഇന്നും നാളെയായിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കുന്നതാണ് കേട്ടോ. ഇന്നലെ ഇപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ. ഇന്നും നാളെയായിട്ട് ബാക്കിയുള്ളവർക്കും കൂടി എത്തിക്കും. പോസ്റ്റലായിട്ട് അയച്ചു തരേണ്ടവർക്ക് പോസ്റ്റലായിട്ട് അയച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ അഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യുക? അതാത് സാർമാർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എല്ലാവരും അടച്ചു തീർക്കുക. ശേഷം നമുക്ക് അടുത്ത മാസത്തെ ഫീസ് കളക്ഷൻ്റെ കൂടെ നമുക്കൊരു ഓണപ്പരീക്ഷ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇത്രയും പഠിപ്പിച്ച 3 സബ്ജക്റ്റുകളും വേഗം തീർക്കുക. ശേഷം ഹിന്ദി, ഇംഗ്ലീഷ്, ബയോളജി കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റുകളാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് വലിയൊരു ഓണപ്പരീക്ഷ എക്സാം വീടുകളിൽ തന്നെ നിങ്ങളെ ഇരുത്തി പേപ്പറുകളൊക്കെ ഞങ്ങൾ കൊണ്ടുതന്ന് എഴുതിപ്പിക്കാനൊരു പ്ലാനിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഫീസിൻ്റെ കളക്ഷനോ അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ തരുന്ന സമയത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്ലാൻ ചെയ്ത് അറിയിക്കുന്നതാണ്. സോ എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിച്ച അത്രയും സബ്ജക്റ്റുകൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. കൂടാതെ ട്യൂഷൻ്റെ സബ്ജക്റ്റുകൾ മാത്രമല്ലാതെ മലയാളം സെക്കൻഡ്, സോഷ്യൽ സയൻസ് എന്നീ സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഈ ഒരു സാറ് മാത്സ് മാത്രം ഇപ്പോൾ പഠിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് അല്ല, അങ്ങനൊരു പരാതി പറയുന്നുണ്ട്. പരാതിയല്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ 2 ചാപ്റ്റർ മാത്സ് തീർക്കുക, 2 ചാപ്റ്റർ ഫിസിക്സ് തീർക്കുക, 2 ചാപ്റ്റർ ബയോളജി തീർക്കുക. അതാണ് നമ്മളുടെ ഫേസ് 1 എന്ന് പറയുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ്, ഹിന്ദി, കെമിസ്ട്രി എന്നുള്ളതാണ്. ശേഷം സോഷ്യൽ സയൻസ് നോക്കട്ടെ, നമുക്ക് അധ്യാപകരാരെങ്കിലും അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിന് ഞങ്ങൾ സമയം കണ്ടെത്താം. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വീടുകളിൽ ഇരുന്നിട്ട് പഠിച്ചേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ ട്യൂഷനുള്ള സബ്ജക്റ്റുകൾ മാത്രമല്ല SSLC എക്സാമിനുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ സ്കൂളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? അതിനും സമയം കണ്ടെത്തിയതിന് ശേഷം അതും പഠിക്കേണ്ടതാണ്. എല്ലാ സബ്ജക്റ്റുകളും ഒരുപോലെ കൊണ്ടുപോകണം. മാത്സ് മാത്രമുള്ളെങ്കിൽ മാത്സ് മാത്രമായിട്ട് എന്ത് ചെയ്യരുത്? പഠിക്കാൻ നിൽക്കരുത്. ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഫിസിക്സ് മാത്രമായിട്ട് പഠിക്കാൻ നിൽക്കരുത്. എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. എക്സാമുകളും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നടക്കും. ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വീടുകളിൽ നിന്നിട്ട് അവനവൻ്റെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരേ വിജയിക്കുകയുള്ളൂ. അല്ലാത്തവർ അതിൽ ഖേദം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് സാറ് പറഞ്ഞിരുന്നു, അന്ന് പഠിച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ എപ്പോൾ വരും? SSLC റിസൾട്ട് വരുന്ന സമയത്ത് എന്നെക്കാളും ലോക്ക്ഡൗണിന് മുമ്പ് എന്നെക്കാളും കുറച്ച് പഠിച്ചിരുന്ന ഒരു വ്യക്തി ലോക്ക്ഡൗൺ കഴിഞ്ഞ് SSLC റിസൾട്ട് വരുന്ന സമയത്ത് എന്നെക്കാളും ഒരു A+ കൂടുതൽ മേടിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു തോന്നൽ വരും, അയ്യോ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്.
അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യുക, വ്യക്തമായിട്ടും കൃത്യമായിട്ടും പ്ലാനിങ്ങോടുകൂടി എല്ലാ സബ്ജക്റ്റുകളും നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുക കേട്ടോ. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. വീണ്ടും 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 പറയുകയാണ്, സമയങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ടാറ്റ.